നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിക്ക് വേണ്ടി പോലീസ് പത്തനംതിട്ടയിൽ അർജുനെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ പത്തനംതിട്ടയിലെ ചില വീടുകളിൽ കയറി പരിശോധന നടത്തിയിരുന്നു. ഇതിനെതിരെ അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പോലീസ് തിരച്ചിലിൽ പ്രതിഷേധിച്ച് CPM മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ആണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. അതിനിടയിൽ അദ്ദേഹം പോലീസുകാർക്കെതിരെ പരസ്യ ഭീഷണി ഉന്നയിച്ചിരിക്കുകയാണ്. പോലീസുകാർക്കും വീടുകളുണ്ടെന്നും അവർക്കും അമ്മയും പെങ്ങളുമാരുണ്ടെന്ന് ഓർക്കണമെന്നും അവിടേക്ക് തങ്ങളും ഇത്തരത്തിൽ കയറുമെന്നുമാണ് ഉദയഭാനു പറഞ്ഞത്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിലുള്ള കാട്ടാമലയിലെ വീടുകളിൽ കയറിയ പോലീസുകാരെ ഞങ്ങൾ നോക്കി വച്ചിട്ടുണ്ട്. അവരെ ഒന്നും രക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല എന്നായിരുന്നു KP ഉദയഭാനുവിന്റെ ഭീഷണി. പോലീസുകാരുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരും ഉണ്ടല്ലോ, അത്തരത്തിലൊന്നും ഞങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കരുത്. ഞങ്ങളും കയറും, പാവപ്പെട്ടവരുടെ വീട്ടിൽ കയറിയവന്മാരെല്ലാം ഞങ്ങൾ നോക്കി വച്ചിട്ടുണ്ട്. നിങ്ങളെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാകില്ല എന്നും KP ഉദയഭാനു ഭീഷണിപ്പെടുത്തി. ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവന്റെ വീടുകളിൽ കയറാനും അവരെ കള്ളക്കേസിൽ കൊടുക്കാനുമാണ് ചില കോൺഗ്രസുകാരുടെ ധാരണയെങ്കിൽ അതിവിടെ നടക്കില്ല. അതിനെതിരെ ശക്തമായി പ്രതികരിക്കും എന്നും KP ഉദയഭാനു പറഞ്ഞു. ആരുടെയെങ്കിലും വാക്ക് കേട്ട് പാവപ്പെട്ടവരുടെ വീടുകളിൽ കയറിയാൽ വന്നതുപോലെ തിരിച്ചു പോകാൻ കഴിയില്ലെന്നും പോലീസുകാരോട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ആ രീതിയിൽ തന്നെയായിരിക്കും ഞങ്ങളുടെ പ്രതികരണമെന്നും ഉദയഭാനു വ്യക്തമാക്കി. മര്യാദയാണെങ്കിൽ മര്യാദകേട് കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതികരിക്കും. മുകളിൽ നിന്നുള്ള ആരുടെയെങ്കിലും നിർദ്ദേശങ്ങൾ അനുസരിച്ച് മര്യാദകെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ അതിനെ അതേ രീതിയിൽ തന്നെ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നും ഉദയഭാനുവിന്റെ മുന്നറിയിപ്പ്. പോലീസ് ചൂട്ടുപോലെയാണെന്നും വഴിയാത്രക്കാരന് കിട്ടിയാൽ അത് വഴി തെളിക്കും, ഭ്രാന്തന് കിട്ടിയാൽ നാട് കത്തിക്കുമെന്നും CPM നേതാവിന്റെ പരിഹാസം. മര്യാദയ്ക്ക് പ്രവർത്തിക്കണമെന്നും നിങ്ങളെ ആരും സംരക്ഷിക്കാൻ ഉണ്ടാകില്ലെന്നും KP ഉദയഭാനു പറഞ്ഞു. എന്തായാലും ഇത് അതേ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചുണ്ടായത്. ആ മാർച്ചിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഭീഷണി കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതേസമയം അർജുൻ ആയങ്കിക്കായി പോലീസ് പത്തനംതിട്ടയിലെ CPM DYFI നേതാക്കളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് സംഭവം. മല്ലപ്പള്ളി കാട്ടാമലയിലെ CPM DYFI നേതാക്കളുടെ വീടുകളിൽ പരിശോധന നടത്തുകയായിരുന്നു പോലീസ്. ഇതിനെതിരെയാണ് CPM പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കോൺഗ്രസ് നേതൃത്വമാണ് പോലീസിന് തെറ്റായ വിവരം, അതായത് അർജുൻ ആയങ്കി ഈ വീടുകളിൽ ഉണ്ടാകും എന്ന തെറ്റായ വിവരം പോലീസ് നൽകുന്നു. ഇതനുസരിച്ച് പോലീസ് എത്തി വീടുകൾ പരിശോധിക്കുന്നു എന്നാണ് CPM ജില്ലാ നേതൃത്വം ആരോപിച്ചത്. തെറ്റായ വിവരം പോലീസിന് നൽകിയവർക്കെതിരെ നടപടി വേണമെന്നും മനുഷ്യാവകാശം ലംഘിച്ച് പരിശോധന നടത്തിയ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യം. അതേസമയം കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഞായറാഴ്ചയായിരുന്നു അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഒളിവിലിരുന്ന് സർക്കാരിനെയും മന്ത്രിമാരെയും ഒക്കെ വെല്ലുവിളിക്കുന്നു, തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നു. മുഖ്യമന്ത്രി VD സതീശനെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും വെല്ലുവിളിക്കുന്ന അർജുൻ ആയങ്കിയുടെ പോസ്റ്റുകൾക്കെതിരെ പോലീസിന് പരാതി കിട്ടിയിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അർജുനായി അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തത്. ഞായറാഴ്ചയോടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നാലെ കോടതിയിൽ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇതിനുശേഷം തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ആഭ്യന്തരമന്ത്രിക്കെതിരെ FB പോസ്റ്റ് ഇട്ട മൊബൈൽ ഫോൺ കണ്ടെടുക്കാനാണ് കണ്ണൂർ സൈബർ പോലീസ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. ആഭ്യന്തരമന്ത്രിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന അർജുൻ ആയങ്കിയെ 5 ദിവസത്തേക്ക് കണ്ണൂർ സൈബർ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. പക്ഷേ കോടതി 3 ദിവസമേ അനുവദിച്ചുള്ളൂ. കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നായിരുന്നു പോലീസ് ഉന്നയിച്ച വാദം. എന്നാൽ അർജുൻ ആയങ്കിയുടെ മൊബൈൽ ഫോൺ ദേഹപരിശോധന സമയത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തതാണെന്നും വ്യാജ തെളിവ് ഉണ്ടാക്കാനാണ് ശ്രമമെന്നും പ്രതിഭാഗം വാദിച്ചു. അതിനാൽ കസ്റ്റഡി അനുവദിക്കരുതെന്നായിരുന്നു ആവശ്യം. എന്നാൽ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ലെന്നും മറ്റൊരു മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനാണ് ശ്രമിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. തുടർന്നാണ് തലശ്ശേരി CJM കോടതി 3 ദിവസത്തേക്ക് അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്.
അതേസമയം എല്ലാം ചെയ്തത് താനാണ് എന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ പ്രതികരണം. അതായത് പോസ്റ്റ് ഇട്ടതും വെല്ലുവിളിച്ചതും കമന്റ് ഇട്ടതും ഒക്കെ എല്ലാം ചെയ്തത് താൻ തന്നെയാണ് എന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അർജുൻ ആയങ്കി മറുപടി നൽകിയത്. ബാക്കിയെല്ലാം വന്നിട്ട് പറയാമെന്നായിരുന്നു അർജുൻ ആയങ്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് കുരുക്കുമുറുക്കിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെ വെല്ലുവിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കേസിൽ അർജുൻ ആയങ്കി 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് തെളിവെടുപ്പ് നടക്കാനാണ് സാധ്യത. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി ടൗൺ സൈബർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. ഇതിനിടയിൽ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അർജുനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികൾ ഊർജിതമാണ്. 3 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ കൊച്ചിയിലുള്ളത്. ഒരു കേസിൽ നേരത്തെ ജാമ്യം കിട്ടിയിരുന്നു. വ്യവസ്ഥകൾ ലംഘിച്ചതിനാൽ ഈ കേസിൽ ജാമ്യം റദ്ദാക്കാൻ അപേക്ഷ നൽകുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഊന്നുകൽ SHOയെ ഭീഷണിപ്പെടുത്തുകയും ഭാര്യയ്ക്ക് അശ്ലീല സന്ദേശം അയക്കുകയും ചെയ്തതാണ് മറ്റൊരു കേസ്. കോതമംഗലം കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെയാണ് ഒളിവിൽ പോയത്. 9 പുലർച്ചെ കണ്ണൂരിലെ അഭിഭാഷകരുടെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലായത്. അതേസമയം ഈ കോതമംഗലം വിഷയവുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കി അവസാനമായി ഫേസ്ബുക്കിൽ പങ്കുവച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് നോക്കാം. കോതമംഗലം വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് പോസ്റ്റാണ്. കുറച്ച് നീണ്ടതായിരിക്കും. 2023 വരെ ചെയ്തതും ചെയ്യാത്തതുമായ പലവിധ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടു ജയിലിൽ കിടന്നയാളാണ് താൻ. അതിനുശേഷം 2026 മെയ് മാസം വരെ യാതൊരുവിധ കേസുകളും പ്രതിയല്ലാതെ ഉണ്ടായിരുന്ന കേസുകളുടെ എണ്ണം 4 മാത്രം ബാക്കിയുള്ള ആളാണ് താൻ. കോതമംഗലത്ത് അരുൺ എന്ന എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയതായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തുക്കളും. അതിൻ്റെ തലേ ദിവസത്തെ ആഘോഷ പരിപാടികളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയാക്കി ഷെയർ ചെയ്തിരുന്നു. ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് 10ഓളം ജീപ്പുകളിൽ ഒരു കൂട്ടം പോലീസുകാർ പുലർച്ചെ 4 മണിക്ക് കയറി വന്ന് ഞങ്ങളെ 10 പേരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. വാറണ്ടോ മറ്റോ ഉണ്ടായെന്ന് പരിശോധിച്ച് വിടാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഉച്ചവരെ സ്റ്റേഷനിലെടുത്ത് വാറണ്ടുകളൊന്നും ഇല്ല എന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ വിട്ടയച്ചില്ല. എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാം ഫോണുകൾ പിടിച്ചെടുത്തതിന് ശേഷം വൈകിട്ട് 3 മണിയോടെ 10 പേരിൽ ഞാനടങ്ങുന്ന 6 പേരെ മറ്റൊരു മുറിയിലേക്ക് വിളിച്ചു വരുത്തി. നിങ്ങൾക്കെതിരെ സംഘടിത കുറ്റകൃത്യത്തിന് കേസെടുത്തിട്ടുണ്ട്, സ്റ്റേഷൻ ജാമ്യമില്ല, കോടതിയിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്തോളൂ എന്ന് പുതുക്കിയ നിയമപുസ്തകം ഭാരതീയ ന്യായ സംഹിതയ്ക്ക് മുമ്പിൽ മണിക്കൂറുകളോളം ഇരുന്ന് ചികഞ്ഞ് നമുക്കെതിരെ പ്രയോഗിക്കാനുള്ള വകുപ്പ് തരപ്പെടുത്തിയതിൻ്റെ ആലസ്യത്തോടെ സർക്കിൾ ഏമാൻ പറഞ്ഞു. ഒരു തരത്തിലും ജാമ്യം കിട്ടിപ്പോകരുതെന്ന ഉദ്ദേശത്തിൽ കോടതി സമയം തീർന്ന് പാതിരാത്രി ആവുന്നത് വരെ ഞങ്ങളെ അവിടെ തന്നെ ഇരുത്തി ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി ജയിലിലേക്ക് അയക്കുക എന്ന അയാളുടെ തീരുമാനം നടന്നു. പ്രണവിന് തലയ്ക്ക് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത ദിവസം. അരുണിൻ്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ ഒറ്റയ്ക്കാണ്. നമ്മോടൊപ്പം പ്രതി ചേർക്കപ്പെട്ട 2 പേരെ എനിക്ക് പരിചയമേ ഇല്ല. അവർ കല്യാണം കൂടാൻ വന്നതായിരുന്നു. പാവം, അതിലൊരുത്തൻ്റെ കല്യാണം അടുത്തയാഴ്ച നിശ്ചയിച്ചതായിരുന്നു. ഞാനും ആദർശം പുതിയൊരു സംരംഭം തുടങ്ങാൻ കമ്പനി രജിസ്ട്രേഷനൊക്കെ ചെയ്ത് സ്റ്റാർട്ടപ്പിൻ്റെ പണിപ്പുരയിലായിരുന്നു. അതിൻ്റെ എല്ലാ ഡേറ്റുകളും അവൻ്റെ ഫോണിലുമായിരുന്നു. എല്ലാ ഫോണും പോയി. അങ്ങനെ കേസൊന്നുമില്ലാതെ പുതിയൊരു ജീവിതം പടിപടിയായി കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ 6 പേരെ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരാൾ കാക്കി ഉടുപ്പ് കൊണ്ട് തകർത്ത് താറുമാറാക്കി. ഡാൻസ് കളിച്ച് സ്റ്റോറി ഇട്ടത് എന്തിനായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയത് എന്നായിരുന്നു എന്നെ സ്വകാര്യം വിളിച്ച് ചോദിച്ചത്. പിടികിട്ടാ പുള്ളിയോ തീവ്രവാദിയോ അല്ലാത്ത ഞാൻ ഡാൻസ് കളിച്ചതാണ് അത്രേ കുറ്റം എന്നായിരുന്നു അർജുൻ ആയങ്കി ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് നിലവിലെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം ഇത്തരത്തിലായിരുന്നു നൽകിയിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.